മക്കളെ, ഹായ് സുഹൃത്തുക്കളെ. പെരുവിരുത്തി മലനട എന്ന അമ്പലത്തിലെ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കെട്ടുകാഴ്ചകളാണിത്. ഈ വിശാലമായ ഈ വയൽ ഏരിയയിൽ ഈ കെട്ടുകാഴ്ചകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ എത്ര ഭംഗിയാണല്ലേ. നോക്കൂ, നമ്മൾ ഈ കാണുന്നിടത്താണ് അമ്പലം വരുന്നത്. നമുക്ക് വളരെ ചെറുതായിട്ട് കാണാൻ കഴിയും. അവിടെ കുറേ വലിയ കുടകളും വാഹനങ്ങളും ഒക്കെ നിർത്തിയിട്ടിരിക്കുന്നത്. അതാണ് അമ്പലത്തിലേക്ക്. കെട്ടുകാഴ്ചകളെല്ലാം ആ വഴിയാണ് അമ്പലത്തിലേക്ക് കയറുന്നത്. വളരെ മനോഹരമാണ് ഈ കെട്ടുകാഴ്ചകളൊക്കെ കാണാനായിട്ട്. എത്രത്തോളം മനോഹരമാണ് എന്ന് പറയുന്നതിലുപരി തന്നെ ഈ കെട്ടുകാഴ്ചകൾ നോക്കൂ, അതിന് വീലില്ല. നമ്മൾ സാധാരണ കാണാറുള്ളത് അതിങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുന്നതാണ്. ഇത്ര വലിയ കെട്ടുകാഴ്ചകൾ ഉരുട്ടിക്കൊണ്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണാറുള്ളത്, വീലിൽ. പക്ഷേ ഇവിടെ ഇവർ തോളിൽ എടുത്തിട്ടാണ് ഈ കെട്ടുകാഴ്ചകൾ അമ്പലത്തിലേക്ക് എടുക്കുന്നത്. നോക്കൂ, എന്താ പറയുക, എത്ര കഷ്ടപ്പാടുള്ളൊരു ജോലിയായിരിക്കും അത്. ഇത്രയും വെയിറ്റുള്ള, ഇത്രയും ഹൈറ്റുള്ള ഈ ഒരു കെട്ടുത്സവം ഈ വയലിൽ കൂടെ തോളിലെടുത്ത്, അമ്പലം എന്ന് പറയുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ് അമ്പലം നിൽക്കുന്നത്. ആ അമ്പലത്തിന് മുകളിൽ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, കഷ്ടപ്പാടുള്ളൊരു ജോലി തന്നെ. പക്ഷെ അതൊരു കഷ്ടപ്പാടല്ല, എല്ലാവർക്കും ഒരു ആവേശവും ഉത്സാഹമൊക്കെ തന്നെയാണത്. അതിലൊന്ന് കൈവയ്ക്കാൻ അല്ലെങ്കിൽ ഒരു തോള് വയ്ക്കാൻ എല്ലാ ആൾക്കാരും വളരെയധികം കൊതിക്കുന്നുണ്ട് എന്ന്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ ഒരു ആവേശത്തിൻ്റെ ഭാഗമാണത്. ഈ കെട്ടുത്സവത്തിൻ്റെയൊക്കെ നിർമ്മിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വളരെ കലാപരമായിട്ടുള്ളതാണ്. എന്താ പറയുക, ഒരു എൻജിനീയറിങ് രീതിയിൽ നോക്കിയാലും എന്താ പറയുക, വളരെ ബാലൻസ്ഡായിട്ട് ആണ് ഇതിൻ്റെ ഒരു നിർമ്മിതി. ശരിക്കും ഇതൊക്കെ ഉണ്ടാക്കുന്ന കലാകാരന്മാരെയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ അംഗീകരിക്കേണ്ടതുണ്ട്. എന്ത് മനോഹരമാണ് നോക്കൂ, കലാപരമായ ഓരോ രീതിയിലുള്ള ഓരോ ആൾക്കാരുടെ കഴിവുകൾ. നമ്മൾ ഈ കാണുന്ന കെട്ടുകാഴ്ചകൾ നടുവിലെ മുറിക്കര എന്ന് പറയുന്നൊരു കരയുടെ ഭാഗമാണ്. ഈ അമ്പലങ്ങളുടെ ഉത്സവങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത് എന്താ പറയുക, ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ കെട്ടുത്സവങ്ങളെല്ലാം വരുന്ന ഈ കരകളിൽ നിന്നാണ്. അതിൽ നടുവിലെ മുറി എന്ന് പറയുന്നൊരു കരയിലെയാണ് നമ്മൾ ഈ കാണുന്ന കെട്ടുകാഴ്ച അല്ലെങ്കിൽ കെട്ടുത്സവം. നമുക്ക് ഫോണിൽ കാണാൻ കഴിയുന്നതിനും അപ്പുറമായിട്ട് വളരെ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഡിസൈനുകൾ, കൊത്തുപണികൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് തലത്തിലും ഇങ്ങനെയുള്ള ഉത്സവങ്ങൾക്കൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടും കുറേ സപ്പോർട്ടുകളും ഫിനാൻഷ്യലായിട്ടുള്ള എന്താ പറയുക ഒരു സപ്പോർട്ടൊക്കെ കൊടുക്കണം. കാരണം ഇതൊരു ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. അത്രയ്ക്ക് മനോഹരമായ ഉത്സവമാണ് ഇവിടുത്തെ. നോക്കൂ, ഇത്രയും വിശാലമായി നമുക്ക് കാണാൻ കഴിയും. ദൂരെ അടുത്ത കരയിലെ കെട്ടുത്സവമാണ് നമ്മളെ കാണുന്നത്. ഇതിലും നമ്മളിപ്പോൾ കാണുന്നതിലും വളരെ വലിയ കെട്ടുത്സവമൊക്കെ എന്താ പറയുക, ഒരു കുതിരയാണല്ലോ, ഒരു കെട്ടുകാഴ്ചയാണ് നമ്മൾ അപ്പുറത്ത് കാണുന്നത്. ഇത് കുറച്ചും കൂടി ചെറുതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് ഉത്സവങ്ങളൊക്കെ കൂടുതൽ പരസ്യങ്ങളൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ എന്താ പറയുക, ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് സപ്പോർട്ട് കൊടുക്കുകയും അല്ലെങ്കിൽ എന്താ പറയുക പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ആൾക്കാർ ഇത് കാണാനായിട്ട് വരികയും അങ്ങനെ ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ മനോഹരമായ ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളൊക്കെ. ഞാൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് വളരെ ചെറുതും എന്നാൽ വളരെ മനോഹരവുമായ വേറൊരു കെട്ടുകാഴ്ച ഞാൻ കാണുന്നത്. നോക്കൂ, അവിടെ ഒരു കൊച്ചുകുട്ടി അവരുടെ ഫാമിലിയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അതിമനോഹരമാണ് ഈ ചെറിയ കെട്ടുകള. കാണാനും വളരെയധികം ഭംഗി. എനിക്ക് ആക്ച്വലി ഇഷ്ടം ഈ ടൈപ്പ് അല്ലെങ്കിൽ ഇത്തരം കാളകളെയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായം എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെയുള്ള വലിയ കാളകളൊക്കെ, അല്ലെങ്കിൽ ഈ സെയിം കെട്ടുകാള തന്നെ വളരെ മനോഹരമായിട്ട് വലിയ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇങ്ങനെ എത്തരം കെട്ടുകാഴ്ചകൾ അല്ലെങ്കിൽ കെട്ടുകാളകൾ കാണാനാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. ഇതിനൊരു അഴകുണ്ട്, ഒരു സൗന്ദര്യമുണ്ട്. കലാകാരൻ്റെ കഴിവുകൾ നമുക്ക് ഇതിലെ ഓരോ ചെറിയ ഭാഗങ്ങളിലും നമുക്കറിയാനും കാണാനും കഴിയും.